എൻ്റെ പരിമിതമായിട്ടുള്ള അറിവ് വെച്ച് പറയുകയാണെങ്കിൽ ഒരു ഫ്ലൈറ്റ് ഒരു ക്യാപ്റ്റന് പറത്തണമെങ്കിൽ അതിൻ്റെ ബ്രെയിനായിരിക്കുന്ന ഫ്ലൈറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തെ അദ്ദേഹം ആശ്രയിക്കാറുണ്ട്. അത് GPS-ഉമായിട്ടും മറ്റുള്ള സിസ്റ്റമായിട്ടും ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്നു. അതുകൂടാതെ എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റംസ്, ഒരുപാട് ക്രൂഷ്യൽ സിസ്റ്റംസ് ഫ്ലൈറ്റ് പറത്തുന്നതിന് കാരണമായി തീരുന്നു. ഈ സിസ്റ്റം എല്ലാം ഒന്ന് ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഫ്ലൈറ്റ് സേഫായിട്ട് ലാൻഡ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. ഒരുപക്ഷെ ക്രാഷ് ലാൻഡ് ചെയ്തെന്നിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചെന്ന് തന്നെ ഇരിക്കാം. ഇതെല്ലാം നഷ്ടപ്പെടുകയാണെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഫ്ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. ഒന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് സിസ്റ്റംസ് വെച്ച് ആ ഫ്ലൈറ്റ് സേഫായിട്ട് ലാൻഡ് ചെയ്യിക്കാം. പക്ഷെ ഇതെല്ലാം നഷ്ടപ്പെടുകയാണെങ്കിൽ ബുദ്ധിമുട്ടായി തീരും ക്യാപ്റ്റന് സേഫ് ലാൻഡിങ്ങിന്. മെക്കാനിക്കൽ ഇഷ്യൂ ഫ്ലൈറ്റിന് ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ സിസ്റ്റം ലോസായി തീരുകയാണെങ്കിൽ അദ്ദേഹത്തിന് സേഫ് ലാൻഡ് ചെയ്യുവാൻ സാധിക്കത്തില്ല. യോഹന്നാൻ 14:6 ഇങ്ങനെ വായിക്കുന്നു, യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. കർത്താവിൻ്റെ വചനം പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അത് എന്നെ കൂടാതെ നിങ്ങൾ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യേശുവിൽ കൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. യേശുവിൽ കൂടെയല്ലാതെ ആരും നിത്യതയ്ക്ക് അവകാശികളായി തീരുന്നില്ല. ഒരു ഫ്ലൈറ്റ് പറത്തുന്നതിന് അതിൻ്റെ ഫ്ലൈറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ആ പൈലറ്റ് ആശ്രയിക്കുന്നത് പോലെ കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തുവാൻ ആ ക്യാപ്റ്റൻ ആ ഫ്ലൈറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ആശ്രയിക്കുന്നത് പോലെ തന്നെ സ്തോത്രം, യേശുവിൽ ആശ്രയിച്ചെങ്കിൽ, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചെങ്കിൽ മാത്രമേ ആ കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മളും എത്തിച്ചേരത്തുള്ളൂ. അല്ലാഞ്ഞാൽ നമ്മുടെ വഴി ലോസ്റ്റായി പോകും, നമ്മൾ നഷ്ടപ്പെട്ടു പോകും, നമ്മൾ ആ നിത്യതയ്ക്ക് അവകാശികളായി തീരത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവം ഇതിലെ സ്വർഗം ആഗ്രഹിക്കുന്നത്, ഇന്ന് നിങ്ങളാരും നഷ്ടപ്പെട്ടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ആ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുവാനാണ് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കണക്ഷൻ ലോസ്റ്റ് ആയി പോകരുത്. ദൈവമായിട്ടുള്ള നിങ്ങളുടെ കണക്ഷൻ ലോസ്റ്റ് ആയി പോകരുത്. നിങ്ങളുടെ സിഗ്നലുകൾ ലോസ്റ്റ് ആയി പോകുവാൻ ഇടവരുത്, ഡിസ്കണക്റ്റ് ആയി പോകുവാൻ ഇടവരുത്. സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും നിത്യതയ്ക്ക് അവകാശികളായി തീരണമെന്ന്. അതുകൊണ്ട് അത്രയും ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഈ ദൂത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ ദൂത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവർ ഇതുവരെ ആരെങ്കിലും എൻ്റെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവിനെ ഞങ്ങൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ലല്ലോ. അതുകൊണ്ടല്ലയോ ഇന്ന് പ്രഭാതത്തിൽ ഈ ദൂത് ശ്രവിപ്പാൻ ഞങ്ങൾക്കിടയായത്. കർത്താവെ, പ്രത്യേകിച്ച് തൻ്റെ മക്കളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. കർത്താവെ, സ്വർഗം അനുഗ്രഹിച്ചാട്ടെ. കർത്താവെ, ഞങ്ങൾ നഷ്ടപ്പെട്ടുവാതെ നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം. സ്വർഗം തുറന്ന് പ്രാർത്ഥനയുടെ നന്ദി. സകലമാനവും മൊത്തം കർത്താവിനെ ഞങ്ങൾക്ക് ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനത്താൽ ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കും.